നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ്രുവരി 12 തിങ്കളാഴ്ചയാണ്. മകരം 29. എല്ലാ പ്രേക്ഷകർക്കും 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നിരവധി വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെ കൊച്ചിയിൽ ഒരു വെടിവെപ്പുണ്ടായി. കലൂരിനടുത്തുള്ള ഇടശ്ശേരി ബാറിലാണ് വെടിവെപ്പുണ്ടായത്. 2 ജീവനക്കാർക്ക് വെടിയേറ്റു. ഒപ്പം 4 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം നടക്കുന്നത്. അന്വേഷണം ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഘമുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നുള്ളത് നമുക്കറിയാം. മാനന്തവാടിയിലെ ആന ദൗത്യം അത് നടക്കുന്നുണ്ട്. ഇന്ന് രാവിലോടുകൂടി ആനയെ പിടിക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഡ്രോൺ നിരീക്ഷണമുണ്ട്. കൂടുതൽ RRT സംഘങ്ങൾ അവിടേക്ക് എത്തുന്നുമുണ്ട്. ഇപ്പോഴും ബേലൂർ മഖ്ന എന്ന ആ ആളെ കൊല്ലി കാട്ടാന മണ്ണുണ്ടി വനമേഖലയിലുണ്ട് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് തിരുനെല്ലി പഞ്ചായത്തിലും ഒപ്പം മാനന്തവാടി നഗരസഭയിലെ 4 ഡിവിഷനുകളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി. മറ്റൊന്ന് കായിക വാർത്ത ഇന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ISL മാച്ച് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബ് FC ആണ് എതിരാളികൾ. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ ആദ്യം. പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആദ്യം. ഖത്തറിൽ വധശിക്ഷയിൽ നിന്ന് മോചിതരായ 8 ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥരിൽ 7 പേർ രാജ്യത്ത് തിരിച്ചെത്തി. ചാരവൃത്തി കേസിലാണ് ഇവർക്ക് ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിനെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു. രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. RK, 8 പേരിൽ 7 പേർ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. 8 പേർക്കും വധശിക്ഷ ഒഴിവായിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് പ്രജിൻ. 8 പേരുടെയും വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 8 പേരെയും അതിനുശേഷം തിങ്കളാഴ്ച മോചിപ്പിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള നടപടികളും കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഈ 7 പേരും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായിട്ട് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ 7 പേരും നമ്മൾ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഇപ്പോൾ അവരുടെ ഒരു എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമൊന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ ആയിരുന്നു. ഖത്തർ അമീറിന് ഈ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതിൽ ഇന്ത്യ സന്തോഷം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ഒപ്പം അദ്ദേഹത്തിന് നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നടപടി 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ നാഴികക്കല്ലായി മാറും എന്നാണ് അഭിനന്ദന സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മടങ്ങിയെത്തിയ നാവികസേന ഉദ്യോഗസ്ഥർ അവര് ഏതാണ്ട് ഒക്ടോബർ മാസം മുതൽ 2022 ഒക്ടോബർ മാസം മുതലാണ് ഈ ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ചാരവൃത്തിയാണ് അവർക്കെതിരെ ആരോപിച്ചിരുന്ന കുറ്റം. അവര് വധശിക്ഷയ്ക്കാണ് 8 പേരെയും വിധിച്ചത്. തുടർന്നാണ് ഇന്ത്യ നയതന്ത്ര ഇടപെടൽ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വധശിക്ഷ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നീടും തുടർന്ന് പോവുകയായിരുന്നു. ആ അനിശ്ചിതത്വം അവസാനിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങാനായി സാധിച്ചിരിക്കുന്നത്. ശരി, രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചി കലൂരിലെ ബാറിൽ വെടിവെപ്പ്. ജീവനക്കാരായ 2 പേർക്ക് വെടിയേറ്റു. മദ്യപിക്കാനെത്തിയ 4 സംഘമാണ് ആക്രമിച്ചത്. അഖിൽ, സുജിൻ എന്നിവർക്കാണ് വെടിയേറ്റത്. മറ്റൊരു ജീവനക്കാരനായ ജിതിനെ മർദ്ദിക്കുകയും ചെയ്തു. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ശ്രീകാന്ത് നൽകും കലൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്രീകാന്ത്, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ വെടിവെപ്പ് ഇടശ്ശേരി ബാറിൽ ഉണ്ടായത്. ഈ ജീവനക്കാർക്ക് വെടിയേറ്റിരുന്നു. 2 പേരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒപ്പം ഈ 4 സംഘം അവരാര്, എവിടെ നിന്ന് ഉള്ളവരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? പ്രജിൻ, തമ്മനം പുല്ലേപ്പടി റോഡിലുള്ള ഇടശ്ശേരിൽ ബാറിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ചു എന്നുള്ളത് പ്രാഥമിക നിഗമനമാണ്. ഒരു പക്ഷേ ചില അഭ്യൂഹങ്ങളുണ്ട്. അത് എയർ പിസ്റ്റൾ തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേർക്ക് എയർ പിസ്റ്റൾ ഉപയോഗിച്ചാണ് വെടിയേറ്റത്. മറ്റൊരാളെ, അതായത് ഈ ബാറിന്റെ മാനേജരെ പുറത്തു കൊണ്ടുവന്ന് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ 3 പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബാറിൽ നിന്നും മദ്യപിച്ചിറങ്ങിയ സംഘം പുറത്തുവെച്ച് വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ അതിലും ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ബാറിലെ മാനേജറുമായി ഏതെങ്കിലും തരത്തിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ വന്ന് അക്രമം അഴിച്ചുവിട്ടത് എന്ന തരത്തിൽ ചില വിവരങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ തന്നെ പോലീസാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമല്ല
എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് മാനേജരെ പുറത്തേക്ക് കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് ഇവിടുത്തെ തന്നെ ഈ ബാറിലെ തന്നെ 2 ബെയറർമാർ അവർ ഈ മർദ്ദിച്ച ആളുകളുമായി ഏറ്റുമുട്ടുകയായിരുന്നു. തുടർന്ന് അവർക്ക് വെടിയേറ്റു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഖിൽ, സുജിൻ, ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അഖിലിനെയും സുജിനെയും വെടിവെക്കുകയും ജിതിനെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. ഇവരെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെടിയുതിർത്തവരുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. ഈ സംഭവം നടന്ന ശേഷം ഇവർ കാറിലാണ് എത്തിയത്. ഇവർ കാറിൽ തന്നെ കയറി രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു കാര്യം പ്രജിൻ ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടത്, ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ഒരു വെടിവയ്പ് പോലെയുള്ള സംഭവം കൊച്ചിയിൽ ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ഈ എയർ പിസ്റ്റൾ ഉപയോഗിച്ചുള്ള വെടിവയ്പ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു. മാരകമായ പരിക്കേൽപ്പിക്കാൻ, അടുത്ത് നിന്ന് വെടിവെച്ചാൽ മാരകമായി പരിക്കേൽക്കാൻ തന്നെ സാധ്യതയുള്ളതാണ് അത് ഈ എയർ പിസ്റ്റൾ ഉപയോഗിച്ചുള്ള വെടിവയ്പ്. മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വെടിവയ്പ് ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതും അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തതും വലിയ തോതിൽ ആക്ഷേപത്തിന് കാരണമായിട്ടുണ്ട്. ഇതേ ബാറിൽ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, കുറച്ചു നാളുകൾക്ക് മുൻപ് നെഞ്ചക്ക് വെച്ച് ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഗുണ്ടാ സംഘങ്ങളാണ് ഏറ്റുമുട്ടിയത് എന്ന് പിന്നീട് വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. അതും ഇതേ ബാറിൽ തന്നെയായിരുന്നു. ആ സംഭവങ്ങൾ വീണ്ടും നഗരത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പ്രതികൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവരിക്കും. ഇന്നലെ കമ്മീഷൻ അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ്. ഇതിൽ ഈ ഒരു ബാറിലെ ഒരു സംഭവം എന്നതിനപ്പുറം ഈ ലഹരി ഉപയോഗിച്ച ശേഷം ഇത്തരത്തിൽ മർദ്ദനങ്ങളും അതോടൊപ്പം തന്നെ ഈ കുടിപ്പക തീർക്കലുമൊക്കെ ഈ ജില്ലയിൽ, ഈ എറണാകുളത്ത് നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇതേ ബാറിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇതിന് തൊട്ടടുത്ത ഒരു സ്ഥലത്ത് ഇതേ രീതിയിൽ തന്നെ എയർ പിസ്റ്റൾ ഉപയോഗിച്ചുള്ള ആക്രമണമുണ്ടായി. നഗരത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ, സംഭവങ്ങൾ അരങ്ങേറുന്നത് പോലീസിനെ സംബന്ധിച്ചും തലവേദന തന്നെയാണ്. അതിലേറെ പൊതുജനങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. അവർക്ക് സുരക്ഷയെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. രാത്രി പുറത്തിറങ്ങി നടക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് ഈ ഗുണ്ടാ സംഘങ്ങളും അക്രമികളും ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതും വലിയ പ്രശ്നമാണ്, പ്രതിസന്ധി തന്നെയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഈ പ്രതികളെ വൈകാതെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഉറപ്പ്. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതാണ്ട് 1.5 വർഷത്തിനിടയിൽ 2 തവണ, 2ാം തവണയാണ് കൊച്ചിയിൽ ഇങ്ങനെ ബാറിൽ ഒരു വെടിവയ്പ് ഉണ്ടാകുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനി നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം SFIO ഏറ്റെടുക്കുന്നത് നിയമപരമല്ല എന്നാണ് കമ്പനിയുടെ വാദം. അന്വേഷണം സംബന്ധിച്ച രേഖകൾ കൈമാറണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. SFIO അന്വേഷണത്തിനെതിരെ KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും CMRL തമ്മിലുള്ള ഇടപാടിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണം SFIO ഇതിനോടകം ഏറ്റെടുത്തുവെന്നും അതിനാൽ കേസ് തീർപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ മാസപ്പടി കേസിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനമായ KSIDC നൽകിയ അപ്പീൽ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED നടപടിക്കെതിരെ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കിഫ്ബി CEO KM എബ്രഹാമും നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ED വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിന് വിരുദ്ധമായാണ് സമൻസ് അയച്ചതെന്നുമാണ് ഇരുവരുടെയും വാദം. എന്നാൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ കിഫ്ബി നൽകുന്നില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുമാണ് ED കോടതിയെ അറിയിച്ചത്. ED സമൻസിനെ എല്ലാവരും ഭയക്കുന്നത് എന്തിനെന്ന് ചോദിച്ച കോടതി പ്രാഥമിക വിവരശേഖരണത്തിനാണ് രേഖകൾ ആവശ്യപ്പെട്ടതെന്നും ചൂണ്ടിക്കാട്ടി. സമൻസിനോട് പ്രതികരിക്കുകയാണ് വേണ്ടതെന്നും അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും ഹൈക്കോടതി ആവർത്തിച്ചിട്ടുണ്ട്.
വയനാട് മാനന്തവാടി തിരുനെല്ലിയിൽ ഭീതി പരത്തുന്ന ആളെ കൊല്ലി കാട്ടാന ബേലൂർ മഖനെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്ക് ദൗത്യസംഘം ഇറങ്ങും. ആനയെ ഉചിതമായ സ്ഥലത്ത് ലഭിക്കുകയാണെങ്കിൽ മയക്കുവെടിവെക്കും. ആനയുടെ സാന്നിധ്യമുള്ള തിരുനെല്ലി പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല, കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാനന്തവാടി DF ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ നൽകും വയനാട്ടിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ബേലൂർ മഖ്ന ദൗത്യം അത് പുനരാരംഭിക്കുകയാണ്. എപ്പോഴായിരിക്കും ദൗത്യസംഘം ഇതിനായി ഇറങ്ങുക? ഈ ഡ്രോൺ നിരീക്ഷണമൊക്കെ അവിടെ ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഈ റേഡിയോ സിഗ്നൽ ലഭിക്കുന്നത് മുറയ്ക്ക് മാത്രമായിരിക്കുമോ ദൗത്യസംഘം ദൗത്യം ആരംഭിക്കുക? പ്രജിൻ, ചാലിഗദ്ദ പടമലയിലെ 46 വയസ്സുകാരൻ അജീഷിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ബേലൂർ മഗ്ന എന്ന ആളെ കൊല്ലി കാട്ടാന അതിനെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലാണ്. അതീവ നിർണായകമായ അവസ്ഥയാണ് എന്നുള്ളത്. നീക്കത്തിലാണിപ്പോൾ വനം വകുപ്പുള്ളത്. നിലമ്പൂരിലെയും അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെയും 2 RRT സംഘം കൂടി ഇവിടേക്ക് എത്തും. മൊത്തം ആകെ 280-ലധികം ആളുകൾ RRT സംഘം ഈ ആനയെ നിരീക്ഷിക്കുന്നതിനായി ഇന്ന് ദൗത്യത്തിൽ ഏർപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഒരു കൊടും തണുപ്പാണ് വയനാട്ടിലുള്ളത്. പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്. ആ സമയത്ത് പോലും രാത്രി സമയങ്ങളിൽ വനം വകുപ്പിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആനയുടെ സാന്നിധ്യം ഇപ്പോഴും മണ്ണുണ്ടി വനമേഖലയിൽ, അതായത് മണ്ണുണ്ടി കോളനിയോട് ചേർന്നുള്ള വനമേഖലയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനമായി റേഡിയോ കോളർ സംവിധാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച സാന്നിധ്യവും അതുതന്നെയാണ്. എന്തായാലും വയനാട് ജില്ലയുടെ വന്യജീവി സങ്കേതത്തിൽ തന്നെയാണ് ആനയുള്ളത് എന്നതാണ് പ്രധാനമായും എടുത്തു പറയാവുന്ന കാര്യം. റേഡിയോ കോളർ സംവിധാനത്തിലൂടെ നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനയുടെ സിഗ്നൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വനം വകുപ്പ് ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി ഈ മൂടൽമഞ്ഞ് അവസാനിച്ചാൽ RRT സംഘം ആനയെ മയക്കുവെടി വെക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് വനം വകുപ്പിനുള്ളത്. ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നൊരു അജണ്ട വനം വകുപ്പിൻ്റെ മുന്നിലില്ല എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ അത്യന്തം അപകടകാരിയായ ഒരു കാട്ടാനയാണ് ബേലൂർ മഗ്ന. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് ആനയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളാണ് വനം വകുപ്പ് പൂർണ്ണമായും ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ RRT സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 9 മണിയോടുകൂടി ഈ മൂടൽമഞ്ഞ് അവസാനിച്ചതിന് ശേഷം നീങ്ങിയതിന് ശേഷം ആ ദൗത്യത്തിൽ ഏർപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് മാനന്തവാടി നഗരസഭയിലെ ഈ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിരന്തരമായ നിർദ്ദേശങ്ങൾ വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ കൃത്യമായ പരിശോധനയും അതുപോലെ തന്നെ ജാഗ്രതാ സംവിധാനവും പോലീസും വനം വകുപ്പുമൊക്കെ ഒരുക്കിയിരുന്നു. അതീവ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നത്. 9 മണിയോടുകൂടി ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിൻ, അരുൺ പാറക്കിലാണ് വയനാട്ടിലെ മണ്ണുണ്ടി കോളനിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. മണ്ണുണ്ടി വനമേഖലയോട് ചേർന്നാണ് ഇപ്പോൾ ഈ ആന ഉള്ളത് എന്നാണ് അധികൃതരുടെ നിഗമനം. മറ്റു വാർത്തകളിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ് ഇന്ന് മുതൽ 15 വരെ നടക്കുക. വകുപ്പുകളെ ബജറ്റിൽ തഴഞ്ഞതിനാൽ CPIയുടെ ഭാഗത്തു നിന്നും സഭയിൽ പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ട്. ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്ന CPI MLA-മാർ അവഗണന ചൂണ്ടിക്കാട്ടും. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ CPI മന്ത്രിമാരുടെ പരിഭവം തീർക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നടത്തും എന്നാണ് സൂചന. വയനാട്ടിൽ കാട്ടാന പ്രദേശവാസിയെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വന്യജീവി ആക്രമണം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് നിയമസഭ 15-ന് പിരിയുന്നത്. 4 മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കിയാകും സഭ പിരിയുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി ഇന്ന് ഉച്ചയോടെ വയനാട് ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10-ന് കോഴിക്കോട് മാനാഞ്ചിറ കോംട്രസ്റ്റ് ഗ്രൗണ്ട് വേദിയിൽ ജനകീയ ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കും. ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാം. സാംസ്കാരിക നായകരും ചർച്ചയുടെ ഭാഗമാകും. തുടർന്ന് വയനാട്ടിലേക്ക് പുറപ്പെടുന്ന യാത്രയ്ക്ക് വൈകിട്ട് 4 മണിക്ക് കൽപ്പറ്റയിൽ സ്വീകരണം ഒരുക്കും.
ബീഹാറിൽ മഹാസഖ്യം വിട്ട് NDAയിൽ ചേർന്ന നിതീഷ് കുമാറിന്റെ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. 243 അംഗ നിയമസഭയിൽ 123 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. BJP 78, JDU 45, HAMS 4 എന്നിങ്ങനെയാണ് NDAയിലെ കക്ഷിനില. ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 128 MLA-മാരുടെ പിന്തുണ നിതീഷ് കുമാർ അവകാശപ്പെടുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഇന്ന് കുടുംബസമേതം അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കും. പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കെജ്രിവാളിന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, മന്ത്രിമാരും MLA-മാരും അയോധ്യ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. BSP, കോൺഗ്രസ്, RLD MLA-മാരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. ഡൽഹി ചലോ പ്രക്ഷോഭം പ്രഖ്യാപിച്ച കർഷക സംഘടനകളെ അണിനയിപ്പിക്കാൻ സർക്കാർ വിളിച്ച യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിലാണ് യോഗം. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അർജുൻ മുണ്ട, നിത്യാനന്ദ റായ് എന്നിവരാണ് സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ, കിസാൻ മസ്ദൂർ മോർച്ച എന്നീ സംഘടനകളുമായി ചർച്ച നടത്തുക. ഉന്നയിച്ച 9 ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് കർഷക സംഘടനകളുടെ നിലപാട്. കർഷക പ്രതിഷേധത്തെ തുടർന്ന് അതിനെ നേരിടാൻ ഡൽഹി പോലീസും തയ്യാറെടുപ്പുകൾ നടത്തി. ഹരിയാന അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. സിംഘു, ടിക്രി അതിർത്തികളിൽ പോലീസുകാരെ വിന്യസിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ട്രക്ക്, ട്രാക്ടർ, ട്രോളി തുടങ്ങിയവയ്ക്ക് മാർച്ച് 11 വരെ നിയന്ത്രണം ഏർപ്പെടുത്തി. കർഷക പ്രതിഷേധം നേരിടാൻ ഹരിയാന പോലീസ് കോൺക്രീറ്റ് ബാരിക്കേഡുകളും കമ്പിവേലികളും ഇരുമ്പാണികളും അടക്കമുള്ള സാമഗ്രികൾ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം പുറത്തുവിട്ട് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 101 സീറ്റ് നേടി ഇമ്രാൻഖാന്റെ PTI പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരാണ് മുന്നിലെത്തിയത്. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് 75 സീറ്റാണ് ലഭിച്ചത്. ബിലാവൽ ഭൂട്ടോയുടെ പീപ്പിൾസ് പാർട്ടി 54 സീറ്റ് നേടി. സഖ്യനീക്കത്തിന് നവാസ് ഷെരീഫും ബിലാവൽ ഭൂട്ടോയും ശ്രമം തുടങ്ങി. 17 സീറ്റ് നേടിയ മുത്തഹിദ ഖൗമി മൂവ്മെന്റിനെ കൂടി ചേർത്ത് സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് ശ്രമം നടക്കുന്നത്. രാജ്യത്തിന്റെ രാഷ്ട്രീയ അസ്ഥിരത അവസാനിപ്പിക്കാൻ ഒന്നിക്കുമെന്ന് നവാസ് ഷെരീഫും ബിലാവലും വ്യക്തമാക്കി. അതിനിടെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചു എന്നാരോപിച്ച് ഇമ്രാൻഖാന്റെ PTI പാർട്ടി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച PTI പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. റാവൽപിണ്ടിയിലും ലാഹോറിലും PTI പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പ്രതികളായ KD പ്രതാപനും ഭാര്യ ശ്രീനയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് വിധി പറയുക. പ്രതികൾക്ക് അന്വേഷണ സംഘത്തിന് മുൻപിൽ എപ്പോൾ ഹാജരാകാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചിരുന്നു. എന്നാൽ കക്ഷികളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ EDക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാനുള്ള അനുമതിയും കോടതി നൽകിയിരുന്നു. കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നും പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നും ED കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനപ്രതിനിധികൾക്കെതിരെ മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് സ്വമേധയാ എടുത്ത കേസുകൾ ഇന്നു മുതൽ പരിഗണിച്ചു തുടങ്ങും. മന്ത്രി I. പെരിയസ്വാമിക്കെതിരെയായ കേസാണ് ഇന്നും നാളെയും പരിഗണിക്കുക. മന്ത്രി K. പൊന്മുടിക്കെതിരെ എടുത്ത കേസ് ഈ മാസം 19 മുതൽ 22 വരെയും മന്ത്രിമാരായ തങ്കം തെനറസ്, KKSSR രാമചന്ദ്രൻ, മുൻ മുഖ്യമന്ത്രി O. പന്നീർസെൽവം, മുൻ മന്ത്രി B. വളർമതി എന്നിവർക്കെതിരായ കേസുകൾ ഫെബ്രുവരി 27 മുതൽ മാർച്ച് 5 വരെയും പരിഗണിക്കും. കീഴ്ക്കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിയ അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിലാണ് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് സ്വമേധയാ റിവിഷൻ കേസുകൾ എടുത്തത്. അതിദരിദ്ര വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയായ സ്വപ്നക്കൂടിന്റെ ഉദ്ഘാടനം ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. തലവൂർ പനമ്പറ്റ സ്വദേശിനി കുഞ്ഞുകുട്ടിക്ക് വീടിന്റെ മാതൃക ധനമന്ത്രി കൈമാറി. കൊല്ലം ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 437 സ്ക്വയർ ഫീറ്റിൽ 2 കിടപ്പുമുറി, അടുക്കള, ഹാൾ, ടോയ്ലറ്റ് എന്നിവയടങ്ങുന്ന വീടുകളാണ് 75 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി J. ചിഞ്ചുറാണി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, നഗരസഭാ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. കൊല്ലം ചിറക്കരയിൽ അടച്ചുറപ്പുള്ള വീടിനായി കാത്തിരിക്കുകയാണ് മാതാവും മകളും. കാലപ്പഴക്കത്തെ തുടർന്ന് ഇവരുടെ വീടിന്റെ മേൽക്കൂര കഴിഞ്ഞ ദിവസം തകർന്നു വീണു. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പുഷ്പവതിയും മകൾ രജിതയും. ചിറക്കര ഉളിയനോട് അപ്പുപ്പൻകാവിന് സമീപം രാധാവിലാസത്തിൽ പുഷ്പവതി അമ്മയുടെ വീടിന്റെ മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. അർബുദ രോഗിയും ഭിന്നശേഷിക്കാരിയുമായ പുഷ്പവതിയും മകൾ രജിതയുമാണ് വീട്ടിലുള്ളത്. മകൾ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് വീട് കഴിയുന്നത്. മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ഭിത്തികൾ ഉൾപ്പെടെ തകർന്ന അവസ്ഥയിലാണ്.
ചിറക്കര ഗ്രാമപഞ്ചായത്ത് കണ്ണേറ്റ വാർഡിലാണ് പുഷ്പവതി അമ്മയുടെ വീട്. ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ തുക ലഭിച്ചില്ല. തുടർന്ന് ഫണ്ട് എത്തിയാലും തങ്ങൾക്ക് കിട്ടുമോ എന്ന സംശയത്തിലാണ് ഇവർ. അമ്മ വരിക്കാത്തിരുന്ന് കഞ്ഞി കുടിച്ചോണ്ടിരുന്നതാ. അപ്പോൾ എൻ്റെ മോള് തലമുടി നേരെ ഇഴയ്ക്കാ രക്ഷപ്പെട്ടത്. വെളിയിൽ നിന്ന് നേരെ വിളിച്ച് കേട്ടോണ്ട് ഇതിലേ കൂടെ ഇങ്ങനെ വന്നപ്പോഴേ ഞാൻ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നു. ഒരു സൗണ്ട് കേട്ട ആൾക്കാരെല്ലാം ഓടിക്കൂടി. എന്നിട്ട് എന്താണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോൾ പൊടിവെള്ളം മാത്രം. പഞ്ചായത്തിൽ നിന്ന് ഒരു വീടുണ്ടെന്ന് പറയും. ഫണ്ടില്ല, പണമില്ലെന്ന് പറയും. അവരൊക്കെ സന്മനസ്സുള്ളവരൊക്കെ ഒരു കുഞ്ഞൊരു വീട് വെച്ച് തരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വീട് കണ്ടിട്ട് മനസ്സരിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ച് തരണം. എന്നുവെച്ചാൽ ഞാനൊരു കുഞ്ഞും മാത്രമേ രാത്രിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് മക്കളെ. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 9:30 ഓടുപാകിയ മേൽക്കൂര നിലം പതിച്ചത്. വീടിന് പുറത്തുനിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് പുറത്തേക്കിറങ്ങിയ മകൾ രജിത കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ചിറക്കര വില്ലേജ് അധികൃതർ തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാടക വീട്ടിലേക്ക് മാറുവാൻ പഞ്ചായത്ത് അംഗം അടക്കം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ RCCയിൽ കീമോതെറാപ്പി ചികിത്സയിലാണെന്നും ഇതിനിടയിൽ എങ്ങനെ വാടക വീട്ടിലേക്ക് മാറുമെന്ന ചോദ്യമാണ് പുഷ്പവതി അമ്മയ്ക്ക് ഉള്ളത്. അടച്ചുറപ്പുള്ള ഒരു വീട് ലഭിക്കാൻ അധികൃതർ കനിയുമെന്നാണ് ഇവരുടെ ആകെയുള്ള പ്രതീക്ഷ. 24 കൊല്ലം. ഇനി കായിക വാർത്തകളിലേക്കാണ്. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരത്തിൽ തോറ്റിരുന്നു. സ്വന്തം കാണികൾക്ക് മുന്നിൽ വിജയവഴിയിലേക്ക് തിരികെ എത്താനാകും ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. പരുക്കിൽ നിന്ന് മുക്തനായ ജീക്സൺ സിംഗ് ടീമിലേക്ക് തിരികെ എത്തും. സീസണിൽ ഇതുവരെ 2 മത്സരങ്ങൾ മാത്രം ജയിച്ച പഞ്ചാബ് FC പോയിന്റ് പട്ടികയിൽ 12-ാം സ്ഥാനത്താണ്. ലീഗിൽ വിജയക്കുതിപ്പ് തുടരാൻ ഗോകുലം കേരള FC ഇന്നിറങ്ങും. കോഴിക്കോട് നടക്കുന്ന മത്സരത്തിൽ ഷില്ലോങ് ലജോങ് FC ആണ് എതിരാളികൾ. 20 പോയിന്റുള്ള ഗോകുലം പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ്. നായകൻ അലക്സ് സാഞ്ചസിന്റെ ഫോമിലാണ് ഗോകുലത്തിന്റെ പ്രതീക്ഷ. അവസാന മത്സരത്തിൽ ഗോകുലം ഇന്റർകാശിയെ തോൽപ്പിച്ചിരുന്നു. രാത്രി 7 മണിക്ക് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇനി ഈ മണിക്കൂറിലെ 100 വാർത്തകളുമായി 100 ന്യൂസിൽ ഗോപിക സുരേഷ് ചേരും. നമസ്കാരം.